പ്രിയമുള്ളവരെ നമസ്കാരം. ഓൾഡ് ബോയ് 2003 പുറത്തിറങ്ങിയ ദക്ഷിണ കൊറിയൻ ആക്ഷൻ ത്രില്ലർ. പാർക്ക് ചാൻ വുക്ക് കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം. ഒരു സാധാരണ മനുഷ്യൻ, അയാളെ ആരോ തട്ടിക്കൊണ്ടുപോയി 15 വർഷം തടവിൽ പാർപ്പിക്കുന്നു. 15 വർഷത്തെ തടവിന് ശേഷം അയാളെ വിട്ടയക്കുന്നു. താൻ അനുഭവിച്ച ദുരിതത്തിന് ഉത്തരം തേടി അതിന് പ്രതികാരം ചെയ്യാൻ അയാൾക്ക് 5 ദിവസം. പ്രതികാരത്തിനായുള്ള ഓട്ടത്തിനൊടുവിൽ അയാൾക്ക് മുന്നിൽ തെളിയുന്നത് ചില ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ്. ഈ ചിത്രത്തിന് ചിക്കാഗോ സൺ ടൈംസിലെ റോജർ എബർട്ട് ചിത്രത്തിന് 4-ൽ 4 സ്റ്റാറുകളാണ് നൽകിയത്. എബർട്ട് അഭിപ്രായപ്പെട്ടു, വ്യതിചലനം സൃഷ്ടിക്കുന്നതിനുള്ള യന്ത്രങ്ങൾ മാത്രമായി നിലനിൽക്കുന്ന ത്രില്ലറുകൾ ഞങ്ങൾ വളരെ ശീലമാക്കിയിരിക്കുന്നു. ആക്ഷൻ അത് അക്രമാസക്തവും പ്രസ്താവനയും ലക്ഷ്യമുള്ളവുമുള്ള ഒരു സിനിമ കണ്ടെത്തുന്നത് ഞെട്ടിക്കുന്നതാണ്. ജെയിംസ് ബെറാർഡിനെല്ലി ഈ ചിത്രത്തിന് 4-ൽ 3 നക്ഷത്രങ്ങളാണ് നൽകിയത്. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള സിനിമയല്ല, എന്നാൽ നിരവധി പരമ്പരാഗത ഹോളിവുഡ് ത്രില്ലറുകളുടെ പുകയിൽ വീർപ്പുമുട്ടുന്ന ആർക്കും ഇത് ശുദ്ധവായു പ്രദാനം ചെയ്യുന്നു എന്ന് ഈ സിനിമയെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. 2004 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് നേടിയതുൾപ്പെടെ ലോകമെമ്പാടുമുള്ള നിരൂപക പ്രശംസകളും അംഗീകാരങ്ങളും ഈ ഓൾഡ് ബോയ് എന്ന സിനിമ നേടി. ചലച്ചിത്ര നിരൂപകൻ റോജർ എബർട്ട് പ്രസ്താവിച്ചു, ഓൾഡ് ബോയ് ഒരു ശക്തമായ സിനിമയാണ്. അത് ചിത്രീകരിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അത് നഗ്നമാക്കുന്ന മനുഷ്യഹൃദയത്തിൻ്റെ ആഴം. ചിത്രത്തിൻ്റെ ആക്ഷൻ സീക്വൻസുകൾ, പ്രത്യേകിച്ച് സിംഗിൾ ഷോട്ട് കോറിഡോർ ഫൈറ്റ് സീക്വൻസ് അവരുടെ ഗംഭീരമായ നിർവ്വഹണത്തിന് പ്രശംസയും നേടി. ചിത്രത്തിൻ്റെ വിജയം 2 അഡാപ്റ്റേഷനുകളിലേക്ക് നയിച്ചു. 2006 ഒരു അനധികൃത ഹിന്ദി റീമേക്ക്, 2013 ഒരു ഔദ്യോഗിക അമേരിക്കൻ അഡാപ്റ്റേഷൻ. എഴുത്തുകാരനും സംവിധായകനുമായ സഞ്ജയ് ഗുപ്ത സംവിധാനം ചെയ്ത ബോളിവുഡ് ചിത്രമായ സിന്തയും ഓൾഡ് ബോയുമായി നല്ല സാമ്യം പുലർത്തുന്നു. പക്ഷേ ഔദ്യോഗികമായി അനുവദിച്ച റീമേക്ക് അല്ല. പകർപ്പവകാശ ലംഘനത്തിന് സിന്ത അന്വേഷണം നേരിടുന്നതായി 2005 റിപ്പോർട്ട് ചെയ്തിരുന്നു. യഥാർത്ഥ വിതരണക്കാരായ ഷോ ഈസ്റ്റിൻ്റെ വക്താവ് പറഞ്ഞു, ഇരുവരും തമ്മിൽ ശക്തമായ സാമ്യമുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തിയാൽ ഞങ്ങളുടെ അഭിഭാഷകരുമായി സംസാരിക്കേണ്ടി വരുമെന്നും. ഷോ ഈസ്റ്റ് 2004 ഡ്രീം വർക്സിൻ്റെ സിനിമയുടെ അവകാശം വിറ്റിരുന്നു. ആദ്യം നിയമപരമായ ആശങ്കകൾ പ്രകടിപ്പിച്ചെങ്കിലും സ്റ്റുഡിയോ അടച്ചുപൂട്ടിയതിനാൽ പിന്നെ മറ്റു നിയമ നടപടികളിലേക്കൊന്നും സ്വീകരിച്ചില്ല. ഈ സിനിമ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ നിരവധി പ്രസിദ്ധീകരണങ്ങൾ നിരവധി മികച്ച ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. എക്കാലത്തെ മികച്ച 500 സിനിമകളുടെ ഒരു എംപയർ ലിസ്റ്റിൽ ഓൾഡ് ബോയ് 64-ാം സ്ഥാനത്തെത്തി. കൂടാതെ ഈ സിനിമ ഒത്തിരി മികച്ച അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. മികച്ച സംവിധായകനുള്ള, മികച്ച സഹനടനുള്ള, മികച്ച സിനിമയ്ക്കുള്ള, മികച്ച വിദേശ ചിത്രത്തിനുള്ള, മികച്ച സഹനടിക്കുള്ള, മികച്ച പ്രേക്ഷക അവാർഡ്, അതുപോലെ ഒത്തിരി വിദേശ സ്വതന്ത്ര ചിത്രത്തിനുള്ള, അങ്ങനെ ഒത്തിരി അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു സിനിമയാണ് ദി ഓൾഡ് ബോയ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനൊപ്പം ആ സിനിമയുടെ യൂട്യൂബ് ലിങ്കും ഞാൻ വയ്ക്കുന്നുണ്ട്. നിങ്ങൾ സിനിമ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ എഴുതിയിടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.